ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് മെഡിറ്റേഷൻ പ്രാർത്ഥന എന്താണ്, മെഡിറ്റേഷൻ എന്താണ്, അതാണ് ഇന്നലെ ഞാൻ സംസാരിച്ചത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. കുറച്ച് ഗുണങ്ങളല്ല കേട്ടോ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ധ്യാനം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ സ്വയം നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും തണുപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയ എന്ന് പറയാം ഈ ഒരു ധ്യാനത്തിനെ. ഈ ഒരു ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നത്. ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇത്രയേറെ എന്താ പറയുക, ഒരു മരുന്നിനേക്കാളും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള വേറൊരു സംഭവം വേറെ ഒന്നുമില്ല. റിലാക്സേഷൻ, ധ്യാനം. നമ്മുടെ ധ്യാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ്. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള സങ്കടകരമായ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കരുത്. മനഃപൂർവ്വം തന്നെ ചിന്തിക്കരുത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ വെറുതെ ധ്യാനം ചെയ്യുന്നതല്ല. നമ്മൾ ധ്യാനം ചെയ്യുന്നത് നമ്മുടെ 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ ഇതിനോട് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനൊരു വാല്യൂ കൊടുക്കണം. നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണ്ടേ? ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷ്യസ് ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, നമുക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ അംബീഷൻസ്, അതുപോലെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഗോളുകൾ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗോൾ എന്ന് പറയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ, എന്താണ് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നടക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ മെഡിറ്റേഷനിൽ ചിന്തിക്കുന്നത്. നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു സ്വാഭാവികമായും നമ്മുടെ ശരീരവും മനസ്സൊക്കെ തണുത്ത് ഒരു റിലാക്സേഷൻ മൈൻഡിലേക്ക് വരും. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രകാശം, ഗോൾഡൻ സൺറൈസ് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ സൂര്യൻ ഉദിക്കുമ്പോഴുള്ള ഒരു കളറില്ലേ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. നമ്മളത് എന്താ പറയുക, അത് കണ്ടിട്ടുള്ളവർ, അതായത് സൂര്യോദയം, നമ്മൾ സൂര്യോദയത്തിൽ നമസ്കരിക്കുന്നവരുണ്ട്, സൂര്യൻ നമസ്കരിക്കുന്നവരുണ്ട്. ആ സൂര്യോദയത്തിൻ്റെ കിരണങ്ങളില്ലേ, ആ ഒരു പ്രകാശം എന്തൊരു ഭംഗി. ഓറഞ്ചാണോ, അത് മഞ്ഞാണോ, അത് ഗോൾഡൻ കളറാണോ, എന്താ കളറെന്ന് നമുക്കറിയാവില്ല. ആ കളറ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ സങ്കല്പിക്കുക. അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ടും നമ്മൾ ആ ഗോൾഡൻ സൺറൈസിൻ്റെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നതായിട്ടും നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം. അത് ഭയങ്കര ഒരു ഫീലാണ്. അതായത് ഒരു ഗോൾഡൻ കളർ എൻ്റെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഇമാജിനേഷൻ നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, റിലാക്സ് മൈൻഡിലേക്ക് വരിക. സെക്കൻഡാണ് എന്താണ്, ഈ ഒരു ഗോൾഡൻ സൺറൈസ്, ആ ഒരു ഗോൾഡൻ കളർ, ആ യെല്ലോ ഓറഞ്ച്, ആ ഓറഞ്ച് ഷെയ്ഡ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു ഇമാജിനേഷൻ, ഒരു വിഷ്വൽ കൊടുക്കുക. കണ്ണടച്ചിട്ട് ഒരു ഗോൾഡൻ സൺറൈസ്, അതായത് ഒരു ഗോൾഡൻ കളർ. ആ ഒരു ഗോൾഡൻ കളർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളറല്ലേ ഗോൾഡൻ കളർ അല്ലേ. സൂര്യോദയവും സൂര്യാസ്തമയവും എല്ലാം ഈ ഒരു ഗോൾഡൻ കളറിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലേ. ആ ദൈവത്തിൻ്റെ ഒരു കളറാണ് അല്ലേ. നമ്മുടെ യേശു ക്രിസ്തുവിലാണെങ്കിലും അതുപോലെ ഏത് രൂപത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു ഗോൾഡൻ കളർ നമ്മൾ ഒരു നമ്മുടെ വിശുദ്ധന്മാരുടെ ആണെങ്കിൽ ഒരു ഓറ, ഒരു റൗണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അത് അവരെല്ലാം വരെ വിശുദ്ധന്മാരാണെന്ന് കാണിക്കാനുള്ള, അത്രയും പ്യുവറായിട്ട് അത്രയും മൈൻഡ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഇതല്ലേ, ഒരു സിമ്പിളല്ലേ. ഏത് സമുദായത്തിലാണെങ്കിലും ഈ ഒരു ഗോൾഡൻ കളർ ഇല്ലാത്ത ഒരു ഇതില്ലല്ലോ. നമ്മൾ ഇല്ലെന്നല്ല കേട്ടോ, ഇല്ലാത്തതുണ്ടാവും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അറിവിൽ ആ ഒരു ഗോൾഡൻ കളറിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ. ഒരു നമുക്കൊരു ഭയങ്കര സന്തോഷം നൽകുന്ന കളറാണ് ഈ ഗോൾഡൻ. നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളർ. അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ടും അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്നതായിരിക്കും. നമ്മൾ അതിൽ മുഴുവൻ പ്രകാശപൂരിതരായിട്ട് നിൽക്കുന്നതായിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം. ഭയങ്കര ഒരു ഫീലാണ്. അത് ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഇമാജിനേഷൻ നമ്മളിലേക്ക് വർക്കൗട്ട് ആകുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി വന്നെന്ന് അറിയും. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, എനർജിയാണ് ഫീൽ ചെയ്യണം, ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ്. അപ്പോൾ ആ ഒരു
പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തണം. ആദ്യം ഡീപ്പ് ബ്രീത്ത്, രണ്ടാമത് ഈ ഒരു ഗോൾഡൻ സൺറൈസ് അല്ലെങ്കിൽ ഗോൾഡൻ കളറ്, ആ ഒരു ഗോൾഡൻ വെളിച്ചം, ആ വെട്ടം, ആ ഒരു വൈറ്റ് ഷെയ്ഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താണ് കളറ്, വൈറ്റിഷ് ആണെങ്കിലും കുഴപ്പമില്ല, മാലാഖമാർ വരുന്നതായിട്ട്, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങുന്നതായിട്ട്, ദൈവത്തിൻ്റെ ഒരു പ്രകാശം നമ്മളിൽ വന്ന് ഇറങ്ങുന്നതായിട്ട്, നമ്മൾ സന്തോഷത്തോടുകൂടി നമ്മളതിനെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മളതിനെ കാണുക മനസ്സിൽ. സെക്കൻഡ് സ്റ്റെപ്പ് അത്രയും ചെയ്താൽ മതി. ഭയങ്കര സന്തോഷം തോന്നും മനസ്സിന്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഭംഗിയാണ്, നമ്മൾ ചിരിച്ചു പോകും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. നമ്മുടെ കണ്ണുകളുടെ ഫ്രണ്ടിൽ കാണുന്ന പല പല കാഴ്ചകളിനേക്കാളും ഈ ഒരു ഗോൾഡൻ കളർ നമ്മളിലേക്ക് നിറഞ്ഞു, നമ്മൾ മുഴുവനും ഗോൾഡിൽ അല്ലെങ്കിൽ ആ ഒരു കളറിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനില്ലേ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ അതൊരു ഫീലിംഗ്, അത് ഭയങ്കര ഒരു ഫീലാണ്. ആ ഒരു ഫീലിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളില്ലേ, ഭയങ്കരമാണ്. നമ്മളിങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഇല്ലേ, നമ്മൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് അതായത് അടിപൊളി സൂപ്പർ എന്നുള്ള ഒരു വൈബില്ലേ, വൈബിലേക്ക് വരും. ജസ്റ്റ് നമുക്ക് വേറൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഇതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും നമ്മൾ പോലും അറിയാതെ. ഈ ഒരു ഗോൾഡൻ ലൈറ്റ് ദൈവത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങുന്നു. ബൈബിളിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങുന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണേ. ഇമാജിൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളില്ലേ, ഇത് ഭയങ്കരമാണ്. അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.